എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീനസ് മോൺസ്റ്റർ എവർന്ന് സാംസങ് വിശേഷിപ്പിക്കുന്ന സാംസങ് ഗാലക്സി M51ന്റെ കുറച്ച് വിശേഷങ്ങളാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ അവർ മീനസ് മോൺസ്റ്റർ എവർന്ന് പറയാൻ തന്നെ കാരണമെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഒരു 7000 mAh തന്നെയാണ്. കാരണം ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് 7000 mAh. ഇതുവരെ എന്തായാലും വേറൊരു മൊബൈൽ ഫോണിൽ ഈ ഒരു 7000 mAh വന്നിട്ടില്ല. 6000 mAh വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 7000 mAh ആദ്യമായിട്ടാണ് ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ മെയിനായിട്ടും ഇതൊരു മീനസ് മോൺസ്റ്റർ എവർന്ന് അവർ പറയാൻ കാരണം. എന്തായാലും നമുക്ക് രണ്ട് വേരിയൻസിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ ലഭ്യമാകുന്നത്. 6GB + 128GB വേരിയൻറ്റും അതുപോലെ തന്നെ 8GB + 128GB വേരിയൻറ്റും. 6GBക്കാണെങ്കിൽ 24,999 രൂപയും 8GBക്കാണെങ്കിൽ 26,999 രൂപയാണ് വില എന്ന് പറയുന്നത്. അതായത് 25,000വും 27,000 രൂപയാണ് വില എന്ന് പറയുന്നത്. രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ലഭ്യമാകുന്നത്, ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലും. എന്തായാലും ഞാൻ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാംസങ് എന്ന് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്. തൊട്ട് താഴെ സാംസങ് M51 എല്ലാ മൊബൈൽ ഫോണുകളിലും അവരുടെ ഒരു M സീരീസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് M51 എഴുതിയിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം സാംസങ് ഗാലക്സി M51 എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇനി പുറകിൽ നോക്കുവാണെങ്കിൽ യാതൊന്നും തന്നെ ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. ഇനി ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ കളർ അതുപോലെ തന്നെ റാം റോമും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവരിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 30,999 രൂപയെന്നാണ്. പക്ഷെ നമുക്കിത് കിട്ടുന്നത് 27,000 രൂപയ്ക്കാണ്, 3,000 രൂപ കുറച്ചിട്ടാണ്. അത് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മാക്സിമം റീറ്റെയിൽ വാല്യൂ എന്ന് പറയുന്നത് അവർ ഇങ്ങനെ തന്നെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ പൊതുവേ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയൽമിയുടെ ബഡ്സ് ക്ലാസിക്. അപ്പോൾ ആക്ച്വലി അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ ആ ഒരു ബോക്സിൻ്റെ മുകളിൽ തന്നെ, അതായത് ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ലെയർ അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള, കാരണം മഴ ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു റെയിനിങ് സീസണൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇൻ കേസ് മഴ നനഞ്ഞാൽ പോലും അതിൽ വെള്ളം കയറാത്ത രീതിയിലായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊന്നും തന്നെ ഇല്ല, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലുമില്ല. സാധാരണ എല്ലാ മൊബൈലിലും ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാകുന്നതാണ്, ഇതിലെന്നാൽ അതില്ല. എന്തായാലും എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഒരു 25 വാട്ടിൻ്റെ നമ്മുടെ ഫാസ്റ്റ് ചാർജറാണ്. കൂടാതെ ഒരു ടൈപ്പ് സി കേബിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ടൈപ്പ് സി പോർട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രണ്ട് സൈഡിലും ടൈപ്പ് സി പോർട്ട് വരാൻ തന്നെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന, നമുക്കറിയാം എല്ലാ മൊബൈൽ ഫോണുകളിലും കൂടെ ഇതുപോലൊരു ബോക്സ് ഉണ്ടാവും. ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ബോക്സിനകത്ത് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ്, ക്വിക്ക് ഗൈഡ് സ്റ്റാർട്ട്, അതുപോലെ തന്നെ റീജിയണൽ ലോക്ക് ഗൈഡ്, അതുപോലെ തന്നെ വാറണ്ടി കാർഡും പിന്നെ ഒരു സിം ഇജക്ടറുമാണ് കിട്ടുന്നത്. അല്ലാണ്ട് യാതൊന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നില്ല. ഈവൻ ഒരു എന്താ പറയുക, നമ്മുടെ ബാക്ക് കവർ പോലും, നമുക്ക് ഒരു കേസ് പോലും കിട്ടുന്നില്ല ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ. അതുപോലും നമ്മൾ എക്സ്ട്രാ മേടിക്കണം, നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ 27,000 രൂപയ്ക്ക് മേടിച്ചാൽ പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പർ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി M51 എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 213 ഗ്രാമാണ്. എന്നാൽ കൂടി നമ്മൾ ഈ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ 7000 mAh, നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, 7000 mAh ബാറ്ററി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മൊബൈൽ ഫോണിന് ഇത്തിരി ഒരു വെയിറ്റ് കൂടുതൽ ഉണ്ടെന്നുള്ളൊരു ഫീല്. എന്നാൽ നമുക്ക് ഇവിടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. കാരണം നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അവർ വെയിറ്റ് മാനേജ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 215 ഗ്രാം അല്ലെങ്കിൽ 213 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ സാധിക്കും. ഇനി വലത് സൈഡിൽ നോക്കുവാണെങ്കിൽ
വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഇപ്പോൾ ഏറ്റവും അടിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രൈമറി മൈക്രോഫോൺ കാണാൻ സാധിക്കും. നടുക്കായിട്ട് ടൈപ്പ് സി പോർട്ട് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ 3.5mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ സിം പോർട്ട് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ പോർട്ട് ഒന്ന് ഇജക്ട് ചെയ്യാം. എന്തായാലും ട്രിപ്പിൾ സ്ലോട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ട്രിപ്പിൾ സ്ലോട്ടാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. കണ്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. 512 GB വരെ നമുക്ക് ഈ ഒരു മെമ്മറി പോർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഏറ്റവും പുറകിൽ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറാണ്, നല്ല ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് നമുക്കിവിടെ പുറകിൽ കാണാൻ സാധിക്കുന്നത്. യാതൊരുവിധ ഡിസൈനുമില്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ മാത്രമാണ്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ കോഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു ക്യാമറയിലേക്ക് നമുക്ക് വരാം. മുന്നിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 6.7 ഇഞ്ച് സൂപ്പർ ആംലഡ് പ്ലസ് ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു സൂപ്പർ ആംലഡ് പ്ലസ് ഡിസ്പ്ലേ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 43% തിന്നറും അതുപോലെ തന്നെ 28% ലൈറ്ററുമാണ് മറ്റുള്ള IPS LCD സ്ക്രീനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. സാംസങ്ങിൻ്റെ A21 ആയിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നതെന്ന് അവർ തന്നെ അതിനകത്ത് ഒരു ചെറുതായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്യാം. അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാംസങ് ഗാലക്സി M51 എന്ന് എഴുതിക്കുന്നതാണ്. സാംസങ്, യെസ്. ഫൈനലി ഫോൺ എന്തായാലും ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആവശ്യമില്ലാത്ത കുറച്ചുണ്ട്. സ്നാപ്ചാറ്റും അതുപോലെ തന്നെ ഡെയിലി ഹണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി സെറ്റിങ്സ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എബൌട്ട് ഫോണിൽ പോവുകയാണെങ്കിൽ ഗാലക്സി M51, അതുപോലെ തന്നെ ബാറ്ററി ഇൻഫോർമേഷൻ നോക്കുവാണെങ്കിൽ 51% ഇപ്പോൾ ബാറ്ററി ഉണ്ട്. കണ്ടോ, 7000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം സോഫ്റ്റ്വെയർ ഇൻഫോർമേഷൻ നോക്കുവാണെങ്കിൽ 1 UI ആണ് ഇപ്പോൾ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ വേർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 2020 നമുക്കത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. എന്തായാലും അപ്പോൾ അത് ലേറ്റസ്റ്റ് തന്നെയാണ്. ഇനി ഒരു മൊബൈൽ ഫോണിൽ നമ്മളിവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് NFC നമുക്കിവിടെ വർക്ക് ആവും എന്നുള്ളതാണ്. അതായത് നമുക്ക് കാർഡ്ലെസ് പേയ്മെൻറ്റ്സ് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾവൈസ് ഓൺ ടോപ്പ്, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ നമുക്ക് ഓൾവൈസ് ഓൺ ടോപ്പ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഓണാക്കി ഇട്ടേക്കാൻ സാധിക്കും. അതുകൊണ്ട് സാംസങ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൾവൈസ് ഓൺ ടോപ്പ് നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാലും ബാറ്ററി ഡ്രെയിൻ ആകത്തില്ല എന്നുള്ളതാണ്. അതിന് നമുക്കിത് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകത്തുള്ളൂ ബാറ്ററി ഡ്രെയിൻ ആവുന്നോ ഇല്ല എന്നുള്ളതൊക്കെ. എന്തായാലും 7000 mAh ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ദിവസം ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ക്യാമറ ആയാലും അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ആയാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സുകൾ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ട്സുകളാണ്. അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. നല്ല രീതിക്ക് പൊതുവേ നമുക്ക് ഞാൻ ഈ ഒരു സാംസങ് ഗാലക്സി A51 ഒരു ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ വലിയ സംതൃപ്തനല്ലായിരുന്നു എന്ന് പറയായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു M51 വന്നപ്പോഴത്തേക്ക് പൊതുവെ ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ മേടിക്കാനായിട്ട് നിന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളടുത്ത്, ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ചിട്ട് നമുക്കിത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു A51 ഔട്ട്പുട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ക്യാമറ ക്വാളിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഫോട്ടോ തന്നെയാണ്, നമുക്ക് ഔട്ട്പുട്ട് തന്നെയാണ് ലഭ്യമാകുന്നതെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് സിംഗിൾ ടേക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഫോട്ടോസ് ഇതുപോലെ എടുക്കുവാണ്. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. വേറൊന്നുമല്ല, ഇനി നമ്മൾ ഗാലറിയിൽ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരേ സമയത്ത് കണ്ടോ നമുക്ക് ഫോട്ടോസും കിട്ടും, അതുപോലെ തന്നെ ഈവൻ മോണോക്രോം ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കിട്ടും, നമ്മുടെ വീഡിയോസും നമുക്ക് കിട്ടും. ഇനി ക്യാമറയെക്കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ കോഡ് റിയർ ക്യാമറയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 64 MB ആണ്.
സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ IMX682 ആണ്. അതുപോലെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 12 MB അൾട്രാ വൈഡ് ലെൻസ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത് 5 MB ഡെപ്ത് ക്യാമറയും നാലാമത് 5 MB മാക്രോ ക്യാമറയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ കൂടെ റെയർ ആയിട്ട് ലഭ്യമാകുന്നത്. ഇനി ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ 32 MB സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ കൂടെ ലഭ്യമാകുന്നത്. അതിൽ നമുക്ക് സോണിയുടെ IMX616 സെൻസറാണ് ലഭ്യമാകുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ട്സുകൾ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒക്കെ നന്നായിട്ട് ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തും അതുപോലെ തന്നെ റെയർ ക്യാമറ യൂസ് ചെയ്തും 4K വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഇമേജ് ക്വാളിറ്റി അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി എല്ലാ രീതിയിലും ഞാൻ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ റെയർ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഫോട്ടോസ് എല്ലാ ലെൻസും യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം സാമ്പിൾസിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കിയാലും കൂടുതൽ ഫോട്ടോസും ഇമേജസും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ഡിസ്പ്ലേയെ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുവാണെങ്കിൽ 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20:9 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. എന്തായാലും സാംസങ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഏത് മൊബൈൽ ഫോൺ എടുത്താലും സ്ക്രീൻ എന്ന് പറയുന്നത് അതിൽ ഒരുവിധ കോംപ്രമൈസ് അവർ ചെയ്യത്തില്ല. ഡിസ്പ്ലേ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒറ്റ പ്രശ്നവും നമുക്കുണ്ടാകത്തില്ല. നമ്മുടെ കണ്ണിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നതെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അതിലും നമുക്ക് സാംസങ്ങിനെ അപ്രിഷിയേറ്റ് ചെയ്താലേ സാധിക്കത്തുള്ളൂ. എന്തായാലും M51 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. യാതൊരുവിധ സംശയവും നമുക്കതിലില്ല. പിന്നെ പുറകിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അതായത് ഒരു ഗ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ സെൻസിറ്റീവാണ്. വളരെ സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു 0.something സെക്കൻഡ്സ് മാത്രമേ നമുക്കിത് ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സെൻസ് ചെയ്തതിന് ശേഷം അൺലോക്ക് ആവുന്നതാണ്. എന്തായാലും അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സാംസങ് 730G പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. എന്തായാലും പൊതുവേ ഉള്ള നമ്മുടെ എക്സിനോക്സ് എന്ന് പറയുന്ന പ്രോസസ്സറിനേക്കാളും വളരെ മികച്ചതും എനിക്ക് തോന്നുന്നു ഈ ഒരു M51 എല്ലാവരും എടുക്കാൻ റീസണും കൂടുതൽ ആൾക്കാരും ഇത് ഒരു എക്സ്ട്രാ ബയേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 730G ചിപ്സെറ്റ് ഇതിനകത്ത് കൊണ്ടുവന്നത് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്കതിൽ പറയാനായിട്ട്. കാരണം പൊതുവേ നമുക്കറിയാം ഈ ഒരു എക്സിനോക്സ് പ്രോസസ്സർ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്ലോയും അതുപോലെ തന്നെ ലാഗുമാകുന്നതാണ്. എന്നാൽ ഈ ഒരു 730G എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഒരു ഹീറ്റ് പ്രശ്നവും നമുക്ക് എന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളതിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് സാംസങ്ങിൻ്റെ അത്യാവശ്യം നല്ലൊരു നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബജറ്റിലുള്ള മൊബൈൽ ഫോണുകളിലും സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് കൊണ്ടുവന്നത്. അതിൽ നമുക്ക് സാംസങ്ങിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. GPU എന്ന് പറയുന്നത് Adreno 618 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഔട്ട്പുട്ടും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇനി ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ 0 to 100% നമുക്കത് ഫുള്ളി ചാർജ് ആകാനായിട്ട് 110 മിനിറ്റ് മതിയെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത് അവരുടെ ഈ ഒരു 25 വോട്ട് ചാർജർ ഉപയോഗിച്ചുകൊണ്ട്. കൂടാതെ ടോക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് 64 മണിക്കൂർ കിട്ടുമെന്നുള്ളതും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 24 അവേഴ്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ 34 മണിക്കൂറും കൂടാതെ 182 മണിക്കൂർ നമുക്ക് കിട്ടും പാട്ട് നമ്മൾ ഇതിനകത്ത് കേൾക്കുവാണെങ്കിൽ. അതായത് 7000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് എനിക്ക് പൊതുവെ നിങ്ങളടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വർത്ത് ബൈയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർത്ത് ബൈയിങ് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ബോയ്ക്കോട്ട് ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത്
നമ്മൾ ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ എന്താ പറയുക, നമ്മുടെ ഒരു സാംസങ് മൊബൈൽ ഫോൺ നമുക്ക് മേടിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. കുറച്ച് കാശ് നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. കാരണം 27,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയാണ് ഈ ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി ഞാൻ എന്തെങ്കിലും ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് പറയാൻ വിട്ടുപോയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080pയിലാണ്, അതായത് ഫുൾ HDയിലാണ്. ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിയോ നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടുള്ളതിൽ കൂടെയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റെയർ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കൂടാതെ ഞാൻ നടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മൈക്രോഫോണിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടും നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വ്ലോഗൊക്കെ ചെയ്യാൻ സാധിക്കും. അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ഔട്ട്പുട്ട്സും ലഭ്യമാകുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട്സും.